സുഹൈൽ ചോദിക്കട്ടെ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഖത്തർ ഇസ്രായേലിനെതിരെ ഒരു സൈനികമായ പ്രത്യാക്രമണം നടത്തുമെന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അതിന്റെ സാധ്യതകൾ തുലോം തുച്ഛമാണ്. കാരണം അവരുടെ ആലോചനയുള്ള ഒരു കാര്യമായിരിക്കില്ല. അത് ആ നിലയ്ക്കുള്ളൊരു സൈനിക ശക്തിയുമല്ല അവർ. രണ്ടാമത്തെ കാര്യം, അവർക്ക് ചെയ്യാനുള്ളത്, അവർക്ക് സംസാരിക്കാനുള്ളതും അമേരിക്കയുമായിട്ടായിരിക്കും. അതാണ് ഇപ്പോൾ നേരത്തെ സുഹൈൽ ചൂണ്ടിക്കാണിച്ചത്. കാരണം നിങ്ങളുമായി നല്ല ബാന്ധവത്തിൽ പോയിരിക്കുക, നിങ്ങളുടെ ക്ലോസ് അലയായ ഒരു രാജ്യം ഞങ്ങളെ ആക്രമിച്ചിരിക്കുന്നു, നിങ്ങളറിയാതെ ചെയ്യില്ല, നിങ്ങളുടെ അനുമതിയില്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന പ്രശ്നം. അതുകൊണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളുമായും അമേരിക്ക ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ടൈം സൗദിയിലും ഖത്തറിലും ട്രംപ് നടത്തിയ വിസിറ്റും അതിലെ ഊഷ്മളതയും അതുവഴി ഉണ്ടാക്കിയ ഡീലുകളൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ്. സോ ആ നിലയ്ക്ക് അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ഉരസലിന്റെ സാധ്യത അവിടെ ഉണ്ടോ, അതോ അതിനും പരിമിതമായ സാധ്യതകളെ ഗൾഫിന്റെയും മുമ്പിലുള്ളോ? ഈ ഘട്ടത്തിൽ ഒരിക്കലും അമേരിക്കയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക്, പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉരസലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അറബ് സമൂഹം GCC രാഷ്ട്രങ്ങളിലും വലിയ നിരാശയിലും അതേപോലെ തന്നെ വലിയ സങ്കടത്തിലും പ്രതിരോധത്തിലുമാണ്. കാരണം കഴിഞ്ഞ തവണ ട്രംപ് റിയാദിലും അതേപോലെ ദോഹയിലും എത്തിയ സന്ദർഭത്തിൽ ട്രംപിനോട് അവർ അപേക്ഷിച്ച ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രായേൽ വിഷയം പരിഹരിക്കണം, ഈ ഗസയ്ക്കുമേലുള്ള ഈ ഒരു വംശഹത്യ അത് അവസാനിപ്പിക്കാൻ അമേരിക്ക ഇടപെടണമെന്നായിരുന്നു. വളരെ പെട്ടെന്ന് പരിഹാരം കാണാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു സന്തോഷകരമായ വാർത്ത പെട്ടെന്ന് കേൾക്കുമെന്നൊക്കെ പറഞ്ഞ് വിമാനം കയറിയ ട്രംപ് പിന്നീട് ചെയ്തത് എന്താണ് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ അത് ഒരു പടി കൂടി കടന്ന് ആ ഗസ യുദ്ധം അവസാനിപ്പിക്കാത്തതിൽ GCC രാഷ്ട്രങ്ങൾക്കെല്ലാം വലിയ അമർഷമായിരുന്നു ട്രംപിനോട്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു ബോംബ് കൂടി വീഴുന്നത്. അത് സഹിക്കാൻ കഴിയാത്തതാണ് GCC രാഷ്ട്രങ്ങൾക്ക്. ഇനി അവർക്ക് മുമ്പിലുള്ള വഴി എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ ഒരു ഗ്യാപ്പിലേക്ക് കടന്നു വരാൻ വേണ്ടി നേരത്തെ തന്നെ തന്ത്രങ്ങൾ മെനയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അത് റഷ്യയും ചൈനയുമാണ്. നമുക്കറിയാം, കുറച്ച് അമേരിക്കയുടെ ശക്തി ക്ഷയിക്കുന്നു എന്ന് തോന്നിയപ്പോൾ തന്നെ റഷ്യയുമായും ചൈനയുമായും കൂടുതൽ അടുക്കാൻ ഈ GCC രാഷ്ട്രങ്ങൾ തയ്യാറായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷീ ജിൻപിങ് നേരിട്ട് റിയാദിലെത്തുന്നു, സൗദി രാജകുമാരനുമായി ചർച്ച നടത്തുന്നു. ചൈനയുടെ താല്പര്യപ്രകാരം സൗദിയും ഇറാനും ബദ്ധവൈരികളായിരുന്ന രണ്ട് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൈകോർക്കുന്നു. അതേപോലെ തന്നെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിലേക്ക് GCC രാഷ്ട്രങ്ങൾ പങ്കാളികളാകുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നത് ആ ഘട്ടത്തിലാണ്. റഷ്യയുമായും കൂടുതൽ റഷ്യയിൽ നിന്ന് വാക്സിൻ വാങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് UAE അടക്കമുള്ള രാജ്യങ്ങൾ കടക്കുകയും ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല, ഇപ്പോൾ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ എന്നതിന് പകരമായി അമേരിക്കയ്ക്ക് ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്താം എന്നുള്ള ആലോചനകൾ സ്വാഭാവികമായി ഉയരാം. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഡോളറൈസേഷൻ ആണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതായത് അമേരിക്കക്ക് അവരുടെ ആധിപത്യം നിലനിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഡോളറാണ്. ആ ഡോളറിന് ക്ഷതമേൽക്കാൻ പോകുന്നു എന്ന് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വ്യാപാര ചുങ്കം അടക്കമുള്ള കാര്യങ്ങളെല്ലാം അമേരിക്ക ഉയർത്തുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് റഷ്യയും ചൈനയും ഇന്ത്യയും അതേപോലെ തന്നെ അതോടൊപ്പം ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ കൂടി ചേർന്നാൽ വലിയ ഒരു സമ്പദ് വ്യവസ്ഥയായി അത് മാറുമെന്നും അവിടെ ഡോളറിന് പകരമായി ബ്രിക്സ് കൂട്ടായ്മയുടെ ഒരു നേതൃത്വത്തിൽ പുതിയ ഒരു കറൻസി ഉയർത്താമെന്നുമുള്ള ആലോചനകൾ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതിൽ ഏറ്റവും പ്രധാനമാണ് അതിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് വികസിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ അമേരിക്കയുടെ ഈ സുപ്രീമസിക്കെതിരെ ഒരു തുറന്ന രാഷ്ട്രീയ പോരാട്ടത്തിന് ഈ ഗൾഫ് റീജിയനിലെ ഈ ഡൈനാസ്റ്റി രാജ്യങ്ങൾ എന്തുമാത്രം തയ്യാറാവും, അതിന് പലതരത്തിലുള്ള റിസ്ക് എലമെന്റ്സ് ഉണ്ട് നമുക്കറിയാം.